ബാക്ക്. അപ്പോൾ ഗൈസ്, ഇന്ന് വളരെ 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 സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഇന്ന് നമുക്ക് ഞാൻ നാളെയാണ് വീഡിയോ ഇടുന്നത്. അപ്പം ഇന്നലെ നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൈകൊട്ടു സന്തോഷ വാർത്ത. അപ്പോൾ ഗൈസ്, നിങ്ങൾ വിചാരിക്കും 100 മില്യൺ 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് സെലിബ്രേഷൻ ഒന്നും ഇല്ലേ എന്നൊക്കെ വിചാരിക്കും. സെലിബ്രേഷൻ ഉണ്ട്, ഇപ്പം കാണിച്ചു തരാം. നിങ്ങൾ അണ്ണ സെലിബ്രേഷൻ ഇല്ലാത്ത ഇപ്പം ശരിയാക്കി തരാം. ഓക്കെ, എല്ലാവരും സെലിബ്രേഷൻ കാണാൻ റെഡിയാണോ? 100 മില്യൺ സ്പെഷ്യൽ ചിപ്സ്. വേറെ ഒന്നുമില്ല, കാരണം 100 സബ്സ്ക്രൈബേഴ്സ് ആയതുള്ളൂ, 100 മില്യൺ ഒന്നും ആയില്ല. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്താണെങ്കിൽ ഇനി സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ വളരെ വളരാൻ കിടക്കുന്നതുള്ളൂ. നമ്മളിനി 1K 100K 1000K 1 മില്യൺ ഒക്കെ പോകും. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എന്ന് പറയാൻ വരട്ടെ. ഇന്ന് ഏത് ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്? നമ്മൾ കളിക്കാൻ പോകുന്നതാണ് കഴിഞ്ഞ തവണ നമ്മൾ കളിച്ചല്ലോ, ദ ട്വിൻസ്. ആ ഗെയിമാണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോണത്. സോ കുറെ ആയി ഇനി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. സോ അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയാൽ നമ്മൾ സെലിബ്രേഷൻ ഒക്കെ നടത്തുന്നതായിരിക്കും. 100% ഉറപ്പ്, 50% ഉറപ്പ്, പിന്നെ നിങ്ങൾ എത്ര തവണ എടുത്ത ശതമാനം ഉറപ്പ്. ഓക്കെ, നമുക്ക് ഇനി കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ ബോറടിപ്പിക്കും. നമുക്ക് ഗെയിം പ്ലേയിലോട്ട് കിടക്കാം. ഇതിൻ്റെ അടി വേറെ ഷർട്ടൊക്കെ കിടക്കുന്നു ആണോ? ഓക്കെ, നമുക്ക് കളിക്കാം. അപ്പോൾ കഴിഞ്ഞ തവണ ഈ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം അത് കണ്ടിട്ട് വരും. ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ലെന്നല്ല, കഴിഞ്ഞ തവണ നമുക്ക് പറ്റിയ ആ ദുരൂഹത നിറഞ്ഞ കാര്യം നിങ്ങൾക്കറിയണ്ടേ? മതി, കുറേ ഡയലോഗ് അടിച്ചു, മെനോഡ്രാമ ആയി. ഓക്കെ, ഇപ്പോൾ എന്തൊരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ ചെറുതായിട്ട് പറഞ്ഞിട്ട്, നമ്മളൊരു ജയിൽ പുള്ളിയാണ്. അപ്പോൾ ഇവർ നമ്മളെ ജയിലിൽ നിന്ന് വിടാമെന്ന് പറഞ്ഞു. ബട്ട് നമ്മൾ ഒരു 2 ട്വിൻസ് ഉള്ളൊരു വീട്ടിൽ പോകണം. ആ വീട്ടിൽ ചെന്നിട്ട് നമ്മളൊരു ഡയമണ്ട്, ഒരു മോണാലിസയുടെ പെയിൻറ്റിങ്, ഒരു ഗോൾഡ് കോയിൻ, ഇത് 3ഉം എടുത്ത് ഇവരെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. നമ്മളെ ജയിലിലുള്ള കേസ് ഒഴിവാക്കിയിടാന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇത് ഗസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, കഴിഞ്ഞ നമ്മൾ കണ്ടല്ലോ. അത് ഞെക്കിയാൽ നമ്മളെ പാരമ്പര്യ സുഹൃത്തുക്കളും ശത്രുക്കളുമായ ഗ്രാനി, ഗ്രാൻഡ്പ എന്നിവർ ഇവിടെ വരുന്നതാണ്. സോ നമ്മൾ 4 പേരെ മാനേജ് ചെയ്യണം. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കൊരു മാസ്ക് കിട്ടും, സ്ലെൻഡറീനയുടെ മാസ്ക്, ഗ്രാനിയിലുള്ള. അപ്പോൾ അത് കണ്ടുപിടിച്ച് വേണം നമ്മൾ രക്ഷപ്പെടാൻ. അത് കണ്ടുപിടിച്ചാൽ അത് ഇടുകയാണെങ്കിൽ നമ്മളാരും കാണാൻ പറ്റത്തില്ല. കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്മ കണ്ടൊക്കെ എടുത്തിട്ട് അറിഞ്ഞു വിട്ടാൽ ഓർക്കുന്നില്ല സുഹൃത്തുക്കളെ. നോക്കട്ടെ, ഞാൻ മാക്സിമം എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ഫസ്റ്റ് സ്പീഡ് കളി കൊണ്ടുപോകാം. തല പിന്നെ എന്താണ്? ഓക്കെ, നമുക്ക് ആദ്യം ക്രോബാർ എടുക്കുക, ഈ തുറക്കുക. ഇതിന് മറ്റിനുള്ള കാശുമാർ എറിയായിരുന്നു തോന്നുന്നു. AC ഒക്കെ വെന്റിലേഷൻ ചെയ്യുന്നു. കൊള്ളാം. പതുക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പേടി. ഞാനങ്ങനെ ഒരു ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് ഈ സംസാരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നു. ഓക്കെ, ഇപ്പോൾ പോവാം. ഇങ്ങനെ പോയിട്ട് നമ്മൾ ഇവിടെ ചാടണം. ഓക്കെ, ഇവിടെ ചാടണം. കൊള്ളാം, നമ്മളിവിടെ കളി ഇവിടെ ചാടണം. ഇത് തുറന്നിട്ട് കറങ്ങി വരുന്നത് നമുക്ക് പോയത്. നമുക്ക് ഓരോ സാധനം എടുത്തിട്ട് അപ്പോഴേ വിളി ഇറങ്ങണം. കാരണം ഞാൻ പറഞ്ഞ മൂന്ന് കള്ളക്കളവനേ ഉള്ളൂ. സർച്ച് അങ്ങനെ ചെവി കേട്ടില്ലെന്ന് തോന്നുന്നു. കേൾക്കാമെങ്കിലും നമുക്ക് ലഡു മാറിയില്ല. ഓക്കെ, റിവോൾവർ പാർട്ട്. ഓക്കെ, റിവോൾവർ പാർട്ട് നമ്മൾ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ തക്ക സമയമാണ് എല്ലാവരും സെർച്ച് ചെയ്യും. മേഖലയിൽ നമുക്ക് സിലിണ്ടറിൽ നിന്ന് മാസ്ക് ഇട്ടിട്ട് പോകാൻ പറ്റും. കാരണം അത് റിസ്ക് ആണ്, പക്ഷെ നമുക്ക് പോവാം. ഓക്കെ, ഇങ്ങനെ ഇവിടെ ഈ സമയം കളിപ്പോൾ കിച്ചൺ നമ്മൾ ഏത് മുട്ടത്തളയെ വന്നാലും സുഹൃത്തുക്കളിക്കാൻ ഫ്രണ്ടിൻ്റെ മാസ്ക് ഇതുകൊണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ ഇത് ഇട്ടുകൊണ്ട് നമ്മൾ അവർ അണ്ണാക്കി ചെന്ന് കുറേ നേരം നിൽക്കുകയാണെങ്കിൽ അവർ നമ്മളെ പിടിച്ചിട്ട് നോക്കുന്നു. ഓക്കെ, ഇവിടെ ഒരു റിവോൾവർ പാർട്ടുണ്ട്, സെറ്റ് ചെയ്യാം. ഇവിടെ ഒരു ഹാമറുണ്ട്. ഓക്കെ, എല്ലാം സെറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് സെർച്ച് ചെയ്യാം, എന്തൊക്കെയുണ്ടോ നോക്കി വെച്ചേക്കാം. ഇവിടെ നിന്ന് റെഡ് കീ. ഓക്കെ, റെഡ് കീ
പിന്നെ ഇവിടെ നമുക്കിവിടെ ലേസറുണ്ട്, ഇവിടെ ഒരു ബാൻഡേജ്, അത് നമ്മൾ ഹീൽ ചെയ്യാനുള്ള നമുക്ക് ഹീരിയേ അതല്ല ഹീൽ ചെയ്യാനുള്ള നമുക്ക് ഇവിടെ ലോക്ക് അടിക്കണം. അവിടെ വേറെ ഒന്നുമില്ല. ഇനി ഇപ്പുറത്തെ റൂമിൽ പോവാം. അവിടുത്തെ നമുക്കൊരു കോഡ് കണ്ടുപിടിക്കാനുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ കാണിക്കാം. ഇതിനകത്തൊരു മാറ്റി ഇവിടെ ഒരു കോഡ് അടിക്കേണ്ടില്ല. അത് ഇവിടെ കാണും. അതടിക്കുമ്പോൾ അവിടെ ഒരു സാധനം തുറക്കും. അവിടെ അവിടെ തിളങ്ങുന്നുണ്ടോ? ഇവിടെ ഒന്നുമില്ല. ഓക്കെ, ഇത് താഴെ പോവാം. റിവോൾവർ ഷോട്ട് ഗൺ തയ്യാറാക്കിയിട്ടുണ്ടല്ലേ. അതിൻ്റെ ഇടയ്ക്കിരിക്കും അവരൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഗൺ പാർട്ടില്ലേ ഒരു സ്ഥലത്ത് കൊണ്ട് ഇടാൻ പറ്റും. ആ സ്ഥലം ഞാൻ കാണിച്ചു തരാം. അതിനുണ്ട് നമുക്ക് എല്ലായിടം സെർച്ച് ചെയ്ത് നോക്കിയേക്കാം. പിന്നെ സമയത്ത് ഓടേണ്ട കാര്യമല്ലോ. ഓക്കെ, അവിടെ ഗ്രീൻ ഉണ്ട്. നമുക്ക് 3 എസ്കേപ്പ് ഉണ്ട്. അതിന് ഇതിൻ്റെ അകത്താണ്. ഓക്കെ, കണ്ണും കാണാൻ വയ്യ. മധ്യത്തെ ഏറ്റവും മുകൾ, വലത്തെ സൈഡിലെ ഇങ്ങേറ്റം, ഇടത്തെ സൈഡിലെ ഇങ്ങേറ്റം. ഒരു കാര്യം ചെയ്യാം, അല്ലേ വേണ്ട, അതാവില്ല, മറന്നു പോകണമെങ്കിൽ നമ്മൾ പിന്നെ വരും. മധ്യത്തെ അങ്ങേറ്റം, റൈറ്റിലെ ഇങ്ങേറ്റം, എവിടെയൊക്കെ ഉണ്ട് അതറിയാം. ഡൈനാമൈറ്റ് ഇടപ്പുണ്ട്. ഇത് തുറക്കാം. ഇത് വലിച്ച് എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ മാസ്ക് ഇട്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം. ഓക്കെ, ഇവിടെ ഫുള്ള് ക്ലിയർ. ഈ ഏരിയകളൊക്കെയാണ് നോക്കാനുള്ളത് നമുക്ക്. അതിൻ്റെ അകത്തൊരു ഡൈനാമൈറ്റ് ആണ്. ഒരു പൊത്തുന്ന സ്ഥലത്തൊക്കെ അവിടെ ഒരു ഡിസ്ക് ഉണ്ട്, അയൺ ഡിസ്ക്. ഇതൊന്നുമില്ല. ഇവിടെ ഒന്നും വല്ല ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, ഈ 2 സാധനമുണ്ട്. ഇതും പിന്നെ നമ്മളവിടെ ഒരു ബാൻഡേജും കൊണ്ട് ഒരു സ്ഥലത്ത് കൊണ്ട് ശരിയാക്കുകയാണെങ്കിൽ നമുക്കൊരു ഇതായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഏതായിട്ട് ഹീൽ ചെയ്യേണ്ട സാധനം കിട്ടും നമ്മൾ ലൈഫ് പോകുമ്പം. ഈ റാറ്റ് പോയിസൺ അവിടെ ഒരു നമ്മൾ കിച്ചണിൽ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നില്ലേ, ആ ഗ്ലാസ്സിൽ ചായയാണ്, ബോബ് കുടിക്കുന്ന ചായ. ബോബ് മീൻസ് നമ്മളെ മോനിമോൻ കുടിക്കുന്ന ഇതാണ്. അപ്പം അതിൽ കലക്കി കുടിക്കണമെങ്കിൽ മോനിമോനത് കുടിക്കുമ്പോൾ മോനിമോൻ്റെ കാര്യത്തിൽ തീരുമാനവും. മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ? ജോലി ഇല്ല ഇവിടെ കളി. ഇന്ന് തലേക്കാരുടെ തള്ളിട്ട് ഇതിൻ്റെ അടിയിലൊരു ജീവിയുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആദ്യം നമുക്ക് ഇവിടെയൊക്കെ സെർച്ച് ചെയ്യാം. ഇപ്പോഴേ അവൻ എണ്ണാക്കി തിന്ന് കയറണം. ഒരു എലിയും കഴുതയും പൂജ്യം പട്ടിയൊക്കെ ചേർന്നൊരു സാധനം. ബീറ്റൽ അത് തന്നെ ബീറ്റൽ, പേര് പറഞ്ഞിരിക്കുന്നത് ബീറ്റൽ. വലിയൊരു ബീറ്റലിൻ്റെ മലയാളം നിങ്ങൾ ചോദിച്ചില്ലേ. അത് ഇവിടെ നമ്മൾ ഗണ്ണൊക്കെ ശരിയാക്കുന്ന സ്ഥലം, ഗണ്ണൊക്കെ ഉണ്ടാക്കുന്നു. പക്ഷേ ഇവിടെ നമുക്ക് അവിടെ അതിൻ്റെ അകത്ത് ആ പച്ച കളറുന്ന സ്ഥലത്താണ് ഗോൾഡ് കോയിൻ ഉള്ളത്. അവിടെ അത് എടുക്കാനുള്ള വഴി എനിക്കറിയാം, കാണിച്ചു തരാം. ബട്ട് ഇപ്പം നേരെ തന്നെ ഇറങ്ങാൻ പറ്റില്ല, കാരണം അവിടെ ലേസർ ഉണ്ട്. നിങ്ങളത് കണ്ടോ? അപ്പോൾ കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ റൂമിൽ പോയപ്പോൾ അവിടെ ലേസർ തട്ടി നമ്മളായിരിക്കും തീരുമാനമായി. സോ നമ്മൾ മാറാം നന്നായി ചെല്ലില്ല. അപ്പോൾ അവിടെ കയറാൻ വേറെ സേഫായിട്ടൊരു വഴിയുണ്ട്. അവിടെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം താഴെ ഇറങ്ങണം. കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. സ്ട്രെയിറ്റ് ആണെന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് ബക്കിനെ നമ്മുടെ സോനിമോനെ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇനി തുറന്നു തുറന്നിട്ട് താഴെ ഇറങ്ങി. ഓക്കെ, ഇനി ഇവിടെ ആയിരിക്കും വരുന്നെങ്കിൽ ഇച്ചിരി ടൈം എടുക്കും. കാരണം ഇവിടെ കോഡ് 3224 ഇത് തുറന്നാ പോകത്തില്ല. നമുക്കിവിടെ എന്തെങ്കിലും ഇട്ട് ആരെങ്കിലും വിളിക്കാം, അപ്പോൾ പൊട്ടിത്തെറിച്ചു പോകും. നമുക്ക് നമ്മൾ മാറിയിരിക്കും, കൂടെ നമ്മളും പൊട്ടിത്തെറിക്കും. ആണ് ഇതിനകത്ത് ഗോൾഡ് കോയിൻ കിടക്കുന്ന ഇതുണ്ടല്ലോ. നമ്മൾ താഴെ കോഗ് വീൽ എന്നൊരു സാധനം കിട്ടും. അത് നമ്മൾ താഴെ ഒരു സ്യൂറിൽ കൊണ്ട് വയ്ക്കാം. അപ്പം നമ്മൾ ഇതാണ് എല്ലാം അപ്പോൾ കുജുമർ അടുത്തൊന്നും കൂടുതൽ നിൽക്കില്ല. അവരെ പിടിച്ചിട്ട് ഗ്രില്ല് അടിക്കും. ഒരു ദിവസത്തേക്കുള്ള ഫുഡുമായി ലാഭം. ഓക്കെ, നമുക്കിനി ഒന്നേന്ന് പറഞ്ഞ പരിപാടി തുടങ്ങാം. നമുക്ക് എല്ലാ സാധനങ്ങളും ഒരു സ്ഥലത്ത് കൂട്ടിയിടാം. അപ്പം ആദ്യം നമുക്കിതിൽ മുകളിൽ കയറാം. റിവോൾവറിൻ്റെ ഒരു പാർട്ട് മുകളിൽ ഇരിപ്പുണ്ട്. അത് നമ്മൾ കണ്ടായിരുന്നു, അത് നമുക്ക് എടുക്കാം. അതിന് മുമ്പ് കയ്യിൽ ക്രോബാർ ഇരിക്കുന്നു, പണി കിട്ടും, നിറഞ്ഞിരിക്കുകയാണ്. ക്രോബാർ ഇവിടെ ഇട്ടേക്കാം. ഇനി നമുക്കിതിൽ ഇറങ്ങാം. സ്ലെൻഡറിൻ്റെ മാസ്ക് കിട്ടിയോണ്ട് സീനില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ നമുക്ക് മുകളിൽ പോകാം. സ്ക്രൂ ഡ്രൈവർ വേണം, സെറ്റ് ചെയ്യാം. റിവോൾവർ പലയിടത്ത് കൈ പിടിച്ചേക്കട്ടെ. ഇതൊക്കെയുണ്ട്. ബോബിൻ്റെ അകത്തൊന്നും എന്തൊക്കെ പരിപാടി ചെയ്യും, എന്തിനാണെന്ന് ചോദിക്കാമല്ലോ അല്ലേ. നമുക്ക് മുകളിൽ പോവാം. പക്ഷേ കോഡ് ഞാൻ മറന്നുപോയി. 3224 തോന്നുന്നു, അല്ലെങ്കിൽ 4223. ആദ്യം 3224 അടിക്കാം. വെട്ടി അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ കാര്യം കണ്ടിട്ടുണ്ട്, ഡയമണ്ട് അല്ലേ ഇവിടെ ഫോട്ടോ. ഈ മാറ്റി ഗ്രാനിയം വെച്ച് ഗ്രാനിയം വെച്ചിട്ട്
കൺകളിലെന്താൽ കൺകളിലും 3 2 2 2 കറക്റ്റ് പമ്പ് നല്ല. ഇത് വച്ച് കളി ഉണ്ടാകുന്ന വെച്ചാൽ ഇത് വച്ചേ കളിയുള്ളൂ. ഇങ്ങനെ അടുത്ത് കുറേ നേരം നിൽക്കുക അക്കയുടെ ഇങ്ങനെ മാസ്ക് വലിച്ച് ഊരും ഒരു അടിയങ്ങ് വരും. ജസ്റ്റ് വിസിപ്പ് അടിച്ചാണ് എല്ലാം കൂടെ എഴുതാനുള്ള എന്തോ സീനും ഞാൻ അവിടെ എല്ലാം തള്ളിയിട്ടായിരുന്നു. ഒന്നല്ല ഇല്ലേ ഫോട്ടോ തള്ളിയിട്ട് അതാണ് എല്ലാം കൂടെ അങ്ങോട്ട് വരുന്നല്ലേ. നല്ല തീരുമാനം. ഇപ്പോൾ നമ്മളോട് ഒറ്റയ്ക്കായിരിക്കും പരിപാടി ചെയ്യാം. ഈ സാധനം ഇവിടെ വയ്ക്കണം, മാസ്ക് ഇട് എന്നാണ് ഈ ഹോൾഡ് ചെയ്യണം. അപ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാം. ഇതുണ്ടാ ഇത് തുറക്കും, ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഞെക്കി പിടിച്ചിരിക്കണം, ഇതിങ്ങനെ കറങ്ങും കാണാം. അപ്പോൾ അത് തുറന്നു വരുന്നുണ്ടാ ആ പെട്ടി നമ്മൾ സ്ക്രോബർ ഉപയോഗിച്ച് തുറക്കണം. പണിയുണ്ട് എണ്ണം കാണിച്ചു തരാം. നിങ്ങൾ ആരെയും പിടിക്കും മാക്സിമം എസ്കേപ്പ് ശ്രമിക്കും പറ്റുമല്ലോ. താഴെ പോയിട്ടുണ്ട്. ഇനി ഒരു കാര്യം നമുക്ക് ആദ്യം താഴെ പോയി ഈ ഗൺ പാർട്ടിക്കിൾ റിവോൾവറിൻ്റെ പാർട്ടിക്കിളും കൂടെ അവിടെ നിന്ന് താഴെ ഇട്ടേക്കാം. എന്നിട്ട് നമുക്ക് താഴെ ഇറങ്ങണ്ട, നമുക്ക് അവിടെ താഴെ ഇട്ടിട്ട് ഈ ബോക്സ് ഒന്ന് തുറക്കണം. ക്രോബാർ അതിൻ്റെ അകത്ത് ഇറക്കി നോക്കുക, അല്ലെങ്കിൽ നമുക്ക് കൂടെ താഴെ അടിയേക്കാം. എന്തിനാണ് ഒരു പാർട്ടും കൂടെ കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ കാര്യത്തിൽ ഞാൻ തീരുമാനിക്കും. ഇനി എന്തായാലും നമ്മൾ അവിടെ പോയി ക്രോബാർ എടുക്കണം, അല്ലെങ്കിൽ ക്രോബാറാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ടും ഓക്കെ നമ്മൾ സ്പീഡ് എല്ലാം ഇവിടെ ഒന്ന് നിൽക്കുകയാണ്. ഞാനങ്ങനെ തുറക്കും അറിയില്ല ഇടിയിപ്പോൾ കിട്ടും നിനക്ക് കുറ്റി അടിച്ചാൽ നേരെ പോയിട്ട് റൈറ്റ് ഓർ ലെഫ്റ്റിലല്ലേ ക്രോബാർ ഇട്ടേക്കുന്നത്. ഇവിടെ എന്തുകൊണ്ട് അയ്യോ ഇതെന്തൊരു സംഭവം ഞാൻ മറന്നുപോയി. ഏതൊരു കേക്ക് തുടങ്ങുന്ന ശബ്ദം അയ്യോ താഴത്തുള്ള കേക്ക് തുടങ്ങുന്നു. നമ്മൾ ക്രോബാർ എടുത്തിട്ട് പുള്ളിയിറങ്ങിട്ട് നമ്മൾ എണീറ്റിട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് രണ്ടും വരും. നമ്മൾ ഫ്രണ്ടിൽ കൂടെ നമുക്ക് പാസ് ചെയ്ത് പോകാൻ പറ്റും. ബട്ട് നമ്മളവിടെ കുറച്ച് സ്റ്റക്ക് ആവില്ല. ആ സമയം കൊണ്ട് അമ്മ നമ്മളെടുത്തിട്ട് ഇടിച്ചിട്ട് റോസ്റ്റ് ചെയ്യും. നമുക്കൊരു കാര്യം റിസ്ക് കൊണ്ട് ഈ സൈഡ് ഇവിടെ ഉണ്ടല്ലേ. അറിയില്ല ഇവിടെ കണ്ട് അതാണ് ആ ബീജം വന്നത്. കോകുവിൽ ഹാൻഡ് വീലല്ലേ നമുക്ക് താഴെ പോയി നോക്കാം. ചിലപ്പോൾ അവിടെ ആയിരിക്കും വയ്ക്കാനുള്ളത്, എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം അമ്മച്ചിയുടെ തലേ കാതൽ വരും, എൻ്റെ കാതലി. പക്ഷെ കുറേ നേരം കഴിയുമ്പോൾ അമ്മയ്ക്ക് മാസ്ക് വെച്ച് അറിയും. സോ ഈ ഹാൻഡ് വീൽ എന്നെ താഴെ വയ്ക്കാനുള്ള കോഗ് വീൽ ഇവിടെയാണ് വയ്ക്കാനുള്ളത്. ഓക്കെ നമ്മളിവിടെ നിന്ന് താഴെ പോകണം. ആദ്യം താഴെ പോയി ഇവിടെ മുന്നിൽ ഇവിടെ നമ്മൾ ഇവിടെ അല്ലാണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. അത് മാത്രമല്ല നമ്മളെ മുകളിലെ സ്ഥലമില്ലേ, നമ്മൾ നേരത്തെ താഴത്തെ ഞാൻ ഗോൾഡ് കോയിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ വെള്ളം കൂടും. അതുകൊണ്ട് നമുക്കിപ്പോൾ ഗോൾഡ് കോയിൻ എടുക്കാൻ പറ്റും. നമുക്ക് ആദ്യം മുകളിലില്ലേ ഒരു കേജ് ഇരിപ്പുണ്ട്, ആ കേജിന് പ്ലാങ്കൊക്കെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചാൽ നമുക്ക് കൈ ക്രോബാർ വെച്ച് നമുക്ക് പൊട്ടിച്ചങ്ങിടാം. കാണ്ട്ര എന്ത് കൊടുക്കുന്നു അതിനുണ്ടോ? ആരും കണ്ടില്ല. നൈസ് മൂവ് ഫിൻറ്റാസ്റ്റിക് പെലാസ്റ്റിക് മാർബിളസ് ജോർജിലസ് എന്തെങ്കിലുമൊക്കെ ജലസുണ്ട്, അത്രേ ഉള്ളൂ. ഇവിടെ നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോകണമെങ്കിൽ ഡൈനാമിക് വേണം. നമ്മളിപ്പോൾ എന്തിനാണ് ചെയ്യാൻ പോണത്? നമ്മളെന്തോ ഇത് അത് കയറിപ്പോൾ നമ്മൾ ഗോൾഡ് കോയിൻ എടുക്കാൻ പോകണം. ഓക്കെ പിന്നെ നമ്മളെ മുകളിലെ റൂമിൽ ഇത് കൊടുക്കാനുണ്ടല്ലോ. മുകളിലെ റൂമിൽ നമുക്ക് ഇത് കൊടുക്കാനുണ്ട്. പേര് പറഞ്ഞല്ലേ ഉണ്ട്. അയ്യോടാ കണ്ടാ ഗോൾഡ് കോയിൻ ഒരു സാധനം നമ്മൾ എടുത്തിരിക്കുന്നു സുഹൃത്തുക്കളെ. നമ്മൾ മുകളിലെ റൂമിൽ ആ മാറ്റിൻ്റെ അടിയിൽ കോഡ് അടിക്കാൻ മറന്നു. അത് നോക്കിയിട്ട് വരും. ഈ സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ ഇടുന്നത് റിസ്ക്കാണ്. നമുക്കത് നോക്കിയിട്ട് നമ്മളെ സ്ഥലത്ത് കൊണ്ടിടാം. ആദ്യം
നമ്മളെല്ലാ സാധനവും സേഫായിട്ട് വയ്ക്കുന്ന സ്ഥലം. നമ്മളിപ്പം ഇറങ്ങി വന്ന സ്ഥലമില്ലേ ജോ, ഞാൻ നടന്ന് കിടക്കും ഇവിടെ ഇതിൻ്റെ അടിയിൽ. മോനും പിന്നെ ഗ്രാണിയും ഗ്രാണിയല്ല മുറുക്കാനമ്മച്ചിയും വേണ്ട ഗ്രാൻഡ് പമ്മ വിളിക്കുക. ഹായ് കളവാ, കയ്യിൽ എന്തോന്നൊക്കെ പരിപാടി എന്തോ അത്. ഇവിടെയാണ് മോണാലിസയുടെ പെയിൻറ്റിങ്. അവിടെ ഇത് നമുക്കിപ്പോൾ എടുക്കാൻ പറ്റും. നമ്മൾ അവിടെ കയറുന്നു, ഇതിൽ വരുന്നു, ഇവിടെ പ്ലാങ്ക് വയ്ക്കുന്നു, എടുത്തു. പിന്നെ നമുക്കൊരു സാധനം ഒന്നും കൂടെ കിട്ടിയാൽ മതി. പിന്നെ നമുക്ക് താഴെ എന്താ ഓഹോ എന്നെ നോക്കിയൊക്കെ ഞാൻ ഫോട്ടോ അല്ലിരുന്നു. ഇനി നമുക്ക് ഇവിടെ ഇറങ്ങണം. ICU അല്ല UCU പോടാ. നമ്മൾ ഈ സാധനത്തേക്ക് ഇറങ്ങും. ഓക്കെ, ഇനി നമുക്ക് മാസ്ക് നോക്കാം. അറിയാതെ പൊട്ടിച്ച് പോലും. ഓക്കെ, ഇനി നമുക്ക് നിൽക്കാം. ഇനിയിപ്പോൾ താഴെ ഒരു ജീവനെ കാണിച്ചു തരാം. അപ്പോൾ ഏതായാലും കണ്ണും പൂട്ടി ഇറങ്ങിക്കോ. പിന്നെ ആ കണ്ണും പൂട്ടി ഇറങ്ങി ഞാൻ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് വീഴും. ഇനി നമുക്ക് കാണിച്ചു തരാം. ജോടാ ഓ ഗ്രാനിയുടെ ട്രാപ്പിൽ കൂടി ഈ ബസ് കെട്ടും. ബസ്സിൽ അവിടെ നിന്ന് വരും. അപ്പം നിങ്ങൾ ഇവിടെ ഇറങ്ങുവാൻ വരും. എന്ത് ജീവിയല്ല, സുന്ദരമായ മനോഹരമായ കണ്ണുകളും എല്ലാം ഉണ്ട്. ഇവിടെ എറിയുകയാണെങ്കിൽ നമുക്ക് പണിയിട്ട് നമ്മളും കൂടെ പൊട്ടിത്തെറിക്കാം. നമ്മളെ ദൂരെ എറിയും. ഇതിനൊക്കെ എന്തിനാദ്യം കിടക്കണമെന്നോ. സ്ക്രൂ ഡ്രൈവർ പൊട്ടിത്തെറിക്കട്ടെ. അയ്യോ ഞാനും ചത്താ. അയ്യോടാ അതെങ്ങനെയാ? അറിയില്ല. എൻ്റെ സ്ലണ്ടറിനിയുടെ മാസ്ക് കൊണ്ട് നീ ഇവിടെ ഇറങ്ങാം. നീ ആരെന്നാ നിൻ്റെ വിചാരം? നീ വളർത്തവരെ. സ്ക്രൂ ഡ്രൈവർ നമുക്ക് മുകളിലൊരു സാധനം തുറക്കണം. പിന്നെ വേറെ എന്തോത്തിന് വേണം സ്ക്രൂ ഡ്രൈവർ? മാസ്ക് എടുത്തത് മുകളിൽ ആ ഒരു ബോർഡ് തുറക്കാം. അപ്പോൾ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അത് നമുക്ക് സെറ്റ് ചെയ്യാം. സെർച്ച് ഇത് ഏത് നമ്മളെ കോഗ് വീലല്ലേ എന്തോ ഒരു വീലുണ്ടല്ലേ, എന്തോ ഡിസ്കാ എന്തോ. ഇവിടെ നമ്മൾ സെർച്ച് ചെയ്തായിരുന്നു. ഇവിടെ സെർച്ച് ചെയ്തായിരുന്നു. ലൈറ്റ് വിഷൻ കണ്ട ഇവിടെ ഒരു ഡിസ്ക് ഉണ്ടല്ലോ. അതിൻ്റെ അകത്ത് എല്ലാം അങ്ങ് പോവുകയാണ്. പൊടി ഞാൻ പ്രായത്തിൽ മൂത്തവരെ ചേച്ചി മാമി മോളയിൽ നിന്ന് വിളിക്കാറില്ല. ഇവിടെ ഈ അയൺ ഡിസ്കും 2 സ്ഥലത്ത് വയ്ക്കണം. അവിടെയും വയ്ക്കണം. ഒരു നമ്മൾ സ്വിച്ച് ഓക്കെ മനസ്സിലായി. ഇനി ഇവിടെ വെച്ചാൽ ഇവിടെ അല്ല, നമുക്ക് അതിൻ്റെ മുകളിൽ പോകണമെങ്കിൽ നമ്മൾ താഴെ പോയി ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്താൽ നമുക്ക് അതിൻ്റെ മുകളിൽ കയറാൻ പറ്റും. അണ്ണം കാണിച്ചു തരാം, നിങ്ങൾ പേടിക്കുന്നു. ഇന്ന് നമുക്ക് മാക്സിമം കൊടുക്കൊണ്ട് എസ്കേപ്പ് ആകാൻ പറ്റുമോ നോക്കാം. ഓക്കെ എസ്കേപ്പ് ആവുകയാണെങ്കിൽ നമ്മളിന്ന് പൊളിക്ക് ഒരു 1.5 പൊളി. ഓക്കെ, നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് സ്പെഷ്യലായിട്ട് നമ്മളിവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇന്നത്തെ വീഡിയോയുടെ ലെങ്ത് ഇച്ച് കൂടുതലായിരിക്കും എന്നേ ഉള്ളൂ. നമ്മൾ എസ്കേപ്പ് ആവുന്നതായിരിക്കും. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? താണ്ടാ കറങ്ങി വീണ്ടും ഇവിടെ തന്നെ വന്ന് താഴെ വഴിയേ കറങ്ങി. അയ്യോ നമ്മളിപ്പോൾ എവിടെയാണ് പോണത്? സത്യമായിട്ട് പറഞ്ഞുപോയി. ചോടാ ഇതിൻ്റെ ഇടയിൽ കൂടെ അല്ല എവിടെയും. നമ്മൾ അയൺ ഡിസ്ക് അവിടെ തന്നെ. സോറി ഇപ്പോൾ ഓർമ്മ വന്നു എൻ്റെ കാര്യം. അയ്യോ ക്രോബാർ എടുത്തു. മകളിപ്പോൾ സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട് നല്ല മതിയല്ലോ. സ്കൂട്ടർ ആയാലും കാറായാലും ജീപ്പായാലും കേട്ടല്ലേ. സ്ക്രൂ ഡ്രൈവറാ ചാളി മാറി പൊത്തുന്നു ചില സമയത്ത്. കൂട്ടുകളെ തിരിച്ച് ലോങ് വീഡിയോ ആണെങ്കിൽ നമ്മൾ നഷ്ടമായിരിക്കും. ഇല്ലെങ്കിൽ എൻ്റെ പേര് ഞാൻ പട്ടിക്കും. വലിയ ഷോയിലൊക്കെ പറയണം എന്താവുകൊണ്ട്. തൽക്കാലം ഹാമറായാലും മതിയെന്ന് തോന്നുന്നത്. ഹാമർ കൊണ്ട് ഊരാൻ പറ്റിയില്ലെങ്കിൽ തേഞ്ഞ്. റൈറ്റ് ലെഫ്റ്റ്. അയ്യേ ഭാരത് മാതാ കി ജയ്. ഏത് ശരിയായാലും തെറ്റായാലും വാങ്ങിയാലും തെങ്കിലും നമ്മൾ ഇങ്ങോട്ടെങ്കിലൊക്കെ പോകും. അല്ല പറയണ്ട മുടയാരക്കടാ വേണ്ട. അത് തള്ളിയിട്ടല്ല നമ്മൾ ഇങ്ങോട്ട് കൊള്ള കിളവ. ഇനി ആൾ ഭയങ്കരം തന്നെ. കറിയിൽ വരുന്നതിന് മുമ്പ് 2 മാസ്ക് ഇട്. ഡോറ് പുറത്ത് ഡൈനാമൈറ്റ് ഇത് മാറ്റണം. ഇതിൻ്റെ അടി പോകണം. ഇത് പ്യുവറാണെന്ന് വെച്ചാൽ എന്തെങ്കിലും എനിക്ക് എന്നോട് എവിടെ നിന്ന് കേട്ടെങ്കിൽ പഠിച്ചു വെച്ച് തൊട്ടാമനാണ്. ഇവിടെ ഇതാണ് നമ്മൾ ഇലക്ട്രിസിറ്റി. ഇത് ഓഫ് ചെയ്താൽ നമ്മൾ ഗ്രാൻഡ് പിന്നിങ്ങളാണെങ്കിൽ കാണാൻ പറ്റുകയുള്ളൂ.
കുറച്ച് കഴിയുമ്പോൾ അവരിവിടെ വരും. ഇവിടെ അല്ല, വേറെ സ്ഥലത്ത് കൊണ്ട് പോയി ഇത് ഓൺ ചെയ്യും. അതിന് മുമ്പേ മുകളിൽ ഒരു ഡോറുണ്ട്, ആ ഡോർ നമ്മൾ തുറന്നു. അയ്യോ, ഓ ഇറങ്ങി വരുന്നു. ഞാൻ സംശയം നോക്കിക്കൊണ്ടിരിക്കുന്നു. മാസ്കും കൂടി ഇട്ടുകൊണ്ട് ഇതൊന്നും തുറന്നു നോക്കില്ല. ബ്ലൂ കീ. ഞാൻ ഒരു റിവോൾവർ പാർട്ടൊക്കെയാണ് പ്രതീക്ഷിച്ചു. പക്ഷെ അവർ വരുന്നതിന് മുമ്പ് അവർ ലൈറ്റ് ഓൺ ചെയ്യണതിന് മുമ്പേ മോളിൽ പോകണില്ലെങ്കിൽ അതുകൊണ്ട് അവർ ലൈറ്റ് ഓൺ ചെയ്യാൻ കൊണ്ട് പോവുകയാണ്. ഓടോടോട് കാരണം ലൈറ്റ് ഓൺ ചെയ്യുകയാണെങ്കിൽ അവർ എന്തോന്നാണ് ആ ഒരു ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഇലക്ട്രിക് ഡോറാണ്. കണ്ട് ഈ ഡോർ ഇതിൻ്റെ അകത്ത് റിവോൾവർ പാർട്ട് ആയിവാ. റിവോൾവർ പാർട്ട് 3 സെറ്റായി. ഇനി വേണ്ട 3 ഫിനിഷ് കേൾക്കാം. ഓക്കെ, ഇപ്പോൾ അവിടെ നിന്ന് ആ ഒരു ഇത് വീണിട്ടുണ്ട്. ആ ഒരു ഇത് അയ്യോ ഞാൻ അതിൻ്റെ താഴെ സ്ലെൻഡറിനുള്ള മാസ്ക് അവിടെ കിടക്കാണ്. സുഹൃത്തുക്കളെ, ശക്തിയും വിവേകവും വേണ്ടി വരാൻ നമ്മൾ കളിക്കുന്നു. ഇതാണ് ക്ലൂസ് പൊടി. ഇതിൽ 80 മധുരമുണ്ട്. ബട്ട് ഇതിനകത്തിരിക്കുന്ന ചിപ്സാണ്. ഓക്കെ, നമ്മൾ ശബ്ദം ഉണ്ടാക്കണം ഇത് വെച്ച്. എന്തൊക്കെയാണ് ചെറുക്കാണ് സ്വഭാവം മാറ്റി പെട്ടെന്നോളാ. ഞാനാണ് എൻ്റെ അടിമ, നീ എൻ്റെ അടിമ, നീയാണ് എൻ്റെ അടിമ. വായിങ്ങോട്ടും സൂപ്പർമാൻ ഗ്രാനിയപ്പോൾ പാടിയിരിക്കുന്നു. ചുമ്മാ അവനെ അടിച്ചൊരു അയ്യോ അയ്യോ തോണ്ടാ പോയി അവൻ. ഇതാടാ താക്കോൽ ഇറങ്ങി. അവൻ ആദ്യത്തെ പ്ലാൻ താക്കോൽ ഇറക്കുന്നു. ഒന്നെങ്കിൽ സിലിണ്ടറിൻ്റെ മാസ്ക് എടുക്കണം, ഇല്ലെങ്കിൽ ഗണ്ണ് റെഡിയാക്കണം. അതും കൂടെ കഴിഞ്ഞ് ആ സ്വിച്ച് വെച്ചാണെന്ന് തോന്നുന്നു ബാക്കി കളി. സെറ്റ് ചെയ്യാം. ഒന്ന് പോടാൻ വെച്ചാലേ. ഇവിടെ എന്തോ ഒരുപാട് തമ്പടിച്ചാ ഇവിടെ. പോടാ താണ്ടാ ഇവിടെ തന്നെ ഇരിക്കുന്നു. ചെറുക്കൻ്റെ കാര്യം പോടാ. ആ എന്താ ഭയം തുറക്കണം. പതുക്കെ തുറക്കാം. തുറന്നേ. ആ പോയി നോക്കട്ടെ. ക്യാമ പിന്നെ അങ്ങോട്ട് വിടാം. വീഡിയോ കുറച്ച് കട്ട് ചെയ്ത് തരാൻ നോക്കട്ടെ. തീരുണ്ട് പോന്നു. അയ്യോ കളറുന്നുണ്ട്. ഓ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണം എന്നൊക്കെ. നിന്നെ ഞാൻ വേറെ കളി കളിപ്പിക്കും. ഉണ്ടായിരുന്നു. മാസ്ക് ഇട്. ഉച്ചയ്ക്ക് എക്സ്പീരിയൻസ് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ കോഗ് വീൽ വെക്കണം, എന്നാലൊരു സാധനം വർക്കാവും. ഞാനൊന്നുമില്ല കാണാനാവില്ല. ഏതാണ്ട് നമ്മൾ സെർച്ച് ചെയ്യാൻ ഏസലുണ്ട്. സ്ക്രൂ ഡ്രൈവർ എന്തിനു വേണമെന്നല്ല നമ്മൾ വെച്ചാൽ മോണാലിസയുടെ പെയിൻറ്റിങ് എടുക്കാൻ. ഓക്കെ അതിന് നമ്മളിവിടെ വേറെ എന്തെങ്കിലും എടുക്കാനുണ്ടോ? നമ്മളെവിടെയെങ്കിലും സെർച്ച് ചെയ്യാൻ വിട്ടുപോയോ? ഞാനത് തപ്പട്ടെ സുഹൃത്തുക്കളെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, നമ്മളെ സൈഡിൽ നിന്ന് നോക്കിയപ്പോൾ നമ്മൾ ഒരു സ്ഥലത്താണ്ട് ഇവിടെ നമ്മൾ വീണ് തട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ എന്തോ തിളങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും കാണും. നമുക്കൊരു കാര്യം, ആ ഇലക്ട്രിക് ഡോർ പിന്നെ ഓണായി കാണും. ഓണായി ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ ഓണായി.
അപ്പോൾ നമുക്കിപ്പോൾ താഴെ ഇപ്പോൾ ഒന്നും കൂടെ ലൈറ്റ് അണച്ചിട്ട് വരാം. ലൈറ്റ് അണയ്ക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. വലിയ ഡോണാണെന്ന് എന്തൊരു കാര്യം എടുത്ത് പറയുകയാണ്. ഇവിടെ യോടാ അങ്ങോട്ട് ഇതിനകത്ത് ബ്ലൂ കീ ഉണ്ട്. ഓക്കെ, ഇല്ല ജീവിൻ്റെ അടുത്ത് നമ്മൾ ബ്ലൂ കീ ഉണ്ട്, കീ ഇല്ല ഉണ്ടോ യോടാ. ഓക്കെ, ഈ മാസ്ക് മണ്ടയൊക്കെ എടുത്ത് പറ്റും, കാണാൻ വയ്യ. കൊടുന്നു അവിടെ എത്താറുമ്പോൾ മാസ്ക് വയ്ക്കാം. കണ്ണ് കാണാൻ പറ്റൂല. മാസ്ക് വെച്ചാൽ പ്രശ്നമാണ്, കണ്ണ് കാണാൻ പറ്റൂല. പിന്നെ മാസ്ക് വയ്ക്കുന്നു, എണീക്കുന്നു, ചാടുന്നു, ഓടുന്നു, ഓടി ചാടി. നമ്മളിപ്പോൾ എന്തിനാണ് ഞാൻ ഡോറ് എല്ലാം മറവ് രോഗം ഉണ്ടെന്ന് തോന്നുന്നു. ആശുപത്രി കൊണ്ട് കാണിക്കണം. ഞാൻ പറയട്ടെ, ആ മറവ് രോഗത്തിനാണ് ഏറ്റവും വലിയ മരുന്ന്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി, അതാണ് ഏറ്റവും വലിയ മരുന്ന്. താങ്ക്സ്. 2024 നിങ്ങൾ ആദ്യമായിട്ടേക്ക് കളിയാണെന്ന് തോന്നുന്നു. തുറക്കാൻ പേടിയുന്നു. ഹാമർ ഇവിടെ കിടപ്പുണ്ട്. ഹാമർ കൈ പിടിച്ചു. ഞാനൊന്ന് പേടി ആരെങ്കിലും കണ്ട നീ പണ്ടാരോ കിടക്കാൻ ഇങ്ങനെ അവിടെ വരെ എത്തിയതായിരുന്നു. അത് വീണ് പോയി. ഞാൻ ഈ ലൈറ്റ് തന്നെ ഞാനങ്ങ് അപ്പുറത്ത് എത്തിയാൽ മതിയായിരുന്നു. രക്ഷോട്ട് ഇനി താഴെ വീഴല്ലേ, ദൈവത്തെ ചേർത്ത് താഴെ വീഴല്ലേ. നോക്കി പിടിക്കാനൊന്നും വരെയാണ് നമ്മൾ ഇവിടുന്ന് ഒറ്റച്ചാട്ടം. ഓക്കെ സെറ്റ്. അയൻ കോക്കി ബല്ലേ നീ പറയാൻ എന്തോ നീ ഇവിടുന്ന് ചാടുന്നതാണ്. ഓക്കെ, ഇനി സാധനം തുറക്കണം. നിൽക്കടാ. ഓക്കെ, ഇത് നമ്മൾ നിൽക്കണം. മാസ്ക് വയ്ക്കുന്നു, ഇറങ്ങുന്നു, ഇരിക്കുന്നു. നേരത്തെ നമ്മൾ താഴെ കണ്ട സ്വിച്ചിൻ്റെ അതിൻ്റെ അകത്തോട്ട് കയറണം. എന്നിട്ട് ഈ കോഗ് വീൽ അതിൻ്റെ അകത്ത് വയ്ക്കണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. മിക്കവാറും എന്തെങ്കിലും താക്കോലാണെന്ന് തോന്നുന്നു. ആ താക്കോൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ കറണ്ട് വന്നില്ലേ? കറണ്ട് വന്നാ പിന്നെ ഇവിടെ വയ്ക്കണം. ഓക്കെ, ഇനി എല്ലാം വർക്കാവും. അപ്പോൾ നമ്മളിനി ഇതിനകത്തൊരു സൈഡിലൊരു സംഭവമുണ്ട്. ആ സംഭവത്തിൽ കയറി സ്വിച്ചൊക്കെ ഉണ്ട്. ഡെല്ലിയുടെ മാസ്ക് ഫ്രണ്ടിലും മാസ്ക് വയ്ക്കും. ഇനി ഇതിനകത്ത് കയറിയിട്ട് ഈ സ്വിച്ചൊക്കെ നമുക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് 3 സാധനങ്ങളുമായി. ഇപ്പോൾ ശരിയായിട്ട് പണിയോടെ നിന്നേക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ എസ്കേപ്പ് ആവാനതിൻ്റെ തൊട്ട് ക്ലോസ് ആണ്. ഇപ്പോൾ ശരിയാക്കി തരാം. നിന്നെയൊക്കെ എന്നെ തോക്കെടുത്ത് പൂശിയിട്ട് ഇവിടെ നിന്ന് ഞാൻ പോകുക. എൻ്റെ വാക്കാണ് മാറാ മൊട്ടേ വഴി വന്നിരിക്കുന്നു. നിന്നെയൊക്കെ പൂശിയിട്ട് ഞാൻ പോളടാ നിന്നെയൊക്കെ പണിയൂടാ. നീ എന്തിനാണ് നമ്മളത് ഓർമ്മ. ഇതിൻ്റെ അകത്തോട്ട് കയറണം. ഇതിൻ്റെ അകത്തോട്ട് ഇടണം. സ്റ്റാൻഡേർഡിൻ്റെ മാസ്ക് വയ്ക്കണം. ഇത് കാക്കാൻ പറ്റും. ഈ ലിവർ നോക്കണം. ഇപ്പോൾ വരുള്ളൂ ഡയമണ്ട്. നമ്മൾ 2 സാധനങ്ങളായ ഒരു സാധനം എടുക്കാതെ 2 സാധനം നമ്മളതിലുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ആ മോണലിസയുടെ പെയിൻറ്റിങ് എടുക്കാൻ നമുക്ക് സ്ക്രൂ ഡ്രൈവർ വേണം, പിന്നെ പ്ലാങ്കും വേണം. അത് 2 നമ്മളതിലുണ്ട്. ഇപ്പം ശരിയാക്കി തരാം. പിന്നെ നമുക്ക് ഏത് എസ്കേപ്പ് നിങ്ങൾക്ക് വേണം എസ്കേപ്പ് ചെയ്യാം. കണ്ട് അമ്മച്ചി ബ്ലൂറ്റിയൊക്കെ കിടപ്പുണ്ട്. എടുക്കാൻ സ്ക്രൂ ഡ്രൈവർ എവിടെയാണ് കിടക്കുന്നത്? ഒരു മിനിറ്റ്, അതിന് പോയി ഗണ്ണ നീ ശരിയായിക്കോട്ട്. നിന്നെയൊക്കെ ഈശി പൂശിയാക്കിയിട്ടേ പോകണുള്ളൂ ഞാൻ. കാരണം നമ്മൾ മുകളിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇവന്മാർ അപ്പം വന്നിട്ട് നമ്മളെടുത്തിട്ട് പൂച്ചു. സോ അതിൻ്റെ ബ്ലൂ കീ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, പിന്നെ പ്ലാങ്ക് അവിടെ താഴെ കിടപ്പുണ്ട്. ഇനി വരാനുള്ള മുട്ടകളെല്ലാം പാടാം. ഒരു കാര്യം, ഞാൻ സ്ക്രൂ ഡ്രൈവർ എവിടെ ഇട്ടെന്ന് ഞാൻ തന്നെ പറഞ്ഞു. വരാനുള്ള മരക്കോ എന്നെ അന്നേരം പൂശിയിട്ട് ഞാൻ പോവുകയാണ്. അത് വേറെ കാര്യം. സ്ക്രൂ ഡ്രൈവർ തപ്പാം നമുക്ക്. അപ്പോഴത്തേക്ക് എന്താ മാറിപ്പോ. അടുത്ത മുട്ടത്തലേ വാടാ.
അടുത്ത തലയിൽ മുടിയില്ലാത്തവൻ പാടെ, മുടിയുള്ളവനായാലും മുടി ഇല്ലാത്തവനായും വരാനുള്ളവൻ വാ. ഒരു ട്രാപ്പാണ്. ബട്ട് സ്ക്രൂ ഡ്രൈവർ ഞാൻ അവിടെ കൊണ്ടിട്ട് എവിടെയോ എടുത്തിട്ട് എവിടെയോ ഞാൻ കൊണ്ടിട്ടായിരുന്നില്ല സ്ക്രൂ ഡ്രൈവർ. ഞാനൊന്ന് കണ്ടുപിടിക്കട്ടെ. സുഹൃത്തുക്കളെ, നമ്മൾ കുറേ നേരം തപ്പി പിന്നെ ഈ ഷോർട്ട് ഗണ്ണിൽ ഉണ്ടെടുത്തു. പിന്നെ ഞാൻ നോക്കി നമ്മളെ പ്ലാസ്മ ഗണ്ണിൽ അവിടെ ഇല്ല, അത് നമ്മൾ തുറന്നു. പക്ഷെ അതിലും ഇല്ലായിരുന്നു. പക്ഷേ നമ്മളതിൽ കിട്ടിയായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ആ താഴെ ജീവൻ്റെ അടുത്ത് എപ്പോഴെങ്ങാനും വീണ് കാണും. സോ നമുക്ക് കാര്യം ചെയ്യാം. ഇപ്പോൾ ഏതാണെങ്കിൽ വന്നാൽ തേങ്ങ നമ്മളെ തോക്ക് വരും. അയ്യോടാ സെൻറ്ററിയുടെ മാസ്ക് വിറ്റടിച്ച് പോയാ. അതോടെ വന്നാലും ചെയ്യുന്നില്ല. നമ്മൾ മാസ്ക് വയ്ക്കാൻ വേണ്ടി എനിക്ക് പോടെ നമ്മൾ തോക്കുണ്ട് മാറിയില്ല. ഓക്കെ കയറി നമ്മൾ എസ്കേപ്പ് ആവും. ആ സ്ക്രൂ ഡ്രൈവറോട് കിട്ടിയാൽ നമ്മൾ എസ്കേപ്പ് ആയെന്നും കൂടി സത്യം മാത്രം എന്നോട് പറയില്ല. ദൈവമേ, ഞാൻ തോക്കിക്കൂടെ അതുകൊണ്ടിരിക്കുന്ന സ്ക്രൂ ഡ്രൈവർ തപ്പിടൊക്കെ തന്നെ. എടാ സ്ക്രൂ ഡ്രൈവറെ, നിന്നെ കുറേ നേരം തപ്പിയായിരുന്നു. സുഹൃത്തുക്കളെ, ഈ നമ്മൾ എസ്കേപ്പ് അവരല്ല ലഡു അവരാവുന്നതിനുള്ള നിങ്ങൾക്ക് വല്ല പറയാനുണ്ടോ? ഇവരെ നമ്മളെന്തായാലും പൂശിയിട്ട് പോകണല്ലോ. നിങ്ങൾക്ക് ഇതുമായിട്ട് പൂശിത്തരും, പ്ലാസ്മ ഗൺ വെച്ച് അടിച്ചു തരാം. നമ്മൾ റെക്കി വെച്ചാണ് നമുക്ക് ഏത് ഈ ആദ്യം കിട്ടുന്ന അത് വെച്ച് എസ്കേപ്പ് ആവാം. ഓക്കെ, കാരണം പിന്നെ എനിക്ക് വന്ന് വയ്യ. ഫ്രണ്ട് ഡോർ എസ്കേപ്പ് ഉണ്ട്, പിന്നെ മെഗളിൽ എസ്കേപ്പ് ഉണ്ട്, പിന്നെ ഏറ്റവും താഴെ ഒരു എസ്കേപ്പ് ഉണ്ട്. ഇപ്പോൾ എളുപ്പം ഫ്രണ്ട് ഡോർ എസ്കേപ്പാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ. ഇപ്പോൾ സെറ്റാവും. ചുമ്മാ മാസ്ക് വെച്ചേക്കാം. താഴെ പോവല്ലേ. ഓക്കെ, ഇനി ഇതിൽ പ്ലാങ്കും കൂടെ എടുക്കുന്നു, വരുന്നു. നിന്നെയൊക്കെ ഈ പൂശി എടുക്കണം. പ്ലാങ്ക് താഴെ കിടപ്പുണ്ട്. വരാനുള്ളവന്മാരൊക്കെ വരട്ടെ. ഓണത്തോളാണ് ഇപ്പോൾ വേണ നീയൊക്കെ പണിയൂടെ നിന്നെയൊക്കെ ഇപ്പോൾ വന്നാ നീ എന്തോ പരിപാടി. വീട്ടിൽ പോകും. ഓക്കെ, ഗണ്ണ് എടുത്തുകൊണ്ട് പോവാൻ. ബട്ട് ഇതുകൊണ്ടേ ഉള്ളൂ. റസ്കൊക്കെ നമുക്ക് റസ്ക് പോലെയാണ്. സോ പ്ലാൻ ഇനി വരാനാണ് ഓരോരുത്തരോരോരുത്തർ പറഞ്ഞു. ഉണ്ടില്ല ആറ്റിറ്റ്യൂഡ് ഇറക്കാൻ പോകുന്നു. തേഞ്ഞു ഇതുണ്ട്. ഇവിടെ ഇതുണ്ടോ? ഉണ്ടോ സാർ? ഡോറ് തുറന്ന് കിടക്കുകയാണെന്ന് വെച്ച് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ താഴെ ഉണ്ടില്ല. നോക്കിയ രണ്ടരയുടെ മാസ്ക് ഇട്ടുകൊണ്ട് വലിയ കണ്ണല്ല. കാണിക്കാൻ നമ്മുടെ പരിപാടി എന്തെന്ന് വെച്ചാൽ നേരെ പോയി രണ്ടരയുടെ മാസ്ക് എടുത്ത് പോവാ. അതാണ് പരിപാടി. എൻ്റെ ഫ്രണ്ട് പിന്നെ രണ്ടില്ലായിരുന്നു. ഓക്കെ, നമ്മൾ 2 സാധനം എടുത്തു. ഇനി മൊണാലിസയുടെ പെയിൻറ്റിങ് കൂടെ എടുത്താൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇന്നത്തെ വീഡിയോ നല്ല ലോങ് ആണ്. 30 മിനിറ്റിലൊക്കെ കൂടുതൽ കാണും ചിലപ്പോൾ. നോക്കിയതിന് അയവ ഇത് ഓപ്പൺ ആണല്ലേ. ഇവിടെ ഉണ്ടായിരുന്നു ബുള്ളറ്റ്. മന്ദോത്തി അത് കണ്ടതുമില്ല. ഇതോടെ തന്നെ പോണത് റിസ്ക്കാണ്. ബട്ട് ഓക്കെ, സെറ്റ്. നമുക്ക് ഇതെടുക്കാം. പോയാലും ഇതല്ലേ പോകത്തുള്ളൂ. കണ്ട, എനിക്ക് തോന്നി ഞാൻ വീഴുമെന്ന്. അതാണ് ഞാൻ അത് തന്നെ എടുത്ത് പിടിച്ചത്. കാരണം ഇപ്പം ഞാൻ വീണാലും അത് സീനില്ലല്ലോ. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഇവിടെ വന്നിരുന്നു. ഇവ പോട്ട്
ഗാണ്ട്രാ മുകളിൽ കയറി പോകണം കൊണ്ടല്ലേ ശരിയാക്കത്തില്ല ശരിയാക്കി പണിഞ്ഞോളാം പണിഞ്ഞോ ഇപ്പം അങ്ങനെ വീണാ തേഞ്ഞല്ലോ ഇത് തന്നെ അലേക്ക് പിടിക്കാം ഓക്കെ പതുക്കെ ചാട്ടാം ഓക്കെ ഈ നമ്മൾ അയ്യോ 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 ഞാൻ ഇവിടെ വരെ എത്തി നിങ്ങളെ ഇൻഫോം. അപ്പോൾ സുഹൃത്തുക്കളെ ഞാനിവിടെ പ്ലാൻ വെച്ചു കുറേ നേരം ഞാൻ സ്ലെൻഡറിനയുടെ മാസ്ക് നോക്കി നിന്നു. ഇനി നമ്മൾ താഴെ വീഴുകയാണെങ്കിൽ പിന്നെ ഇനി നമ്മൾ കളിക്കൂലെന്ന് ഇത് നിൽക്കുകയാണെന്ന് പറയത്തില്ല. കാരണം ഇന്ന് നമ്മൾ ഞാൻ കറണ്ട് ഓഫ് ചെയ്തായിരുന്നില്ല ഡോർ തുറക്കുക അപ്പോൾ കറണ്ട് വന്നു. ഇതും കൂടെ തുറന്നാൽ പെയിൻറ്റിങ് കിട്ടി. 3 സാധനങ്ങൾ നമുക്ക് കിട്ടി. ഇനി ഏത് എസ്കേപ്പ് ഉണ്ടെങ്കിലും നമുക്ക് എടുക്കാം. ബട്ട് ഇപ്പം താഴെ വീണാൽ പണി കിട്ടുമെന്ന് വെച്ചാൽ അറിഞ്ഞോളൂ. ഓ കളവി അമ്മച്ചി അവിടെ പോണ്ട്. ഇത് നമുക്ക് ഇതെറിയുന്ന എങ്ങനെ ഡ്രോപ്പ് അതവിടെ കിടക്കട്ടെ. ഞാൻ അത് 2 അവിടെ ഇട്ടിട്ടുണ്ട്. ഇതിലെ പോവാന്ന് പറയാൻ റിസ്ക്കാണ്. ബട്ട് നമുക്ക് റിസ്ക് സാപ്പിടുന്ന മാതിരി ഉറാ നമ്മൾ മെയിൻ 2 സാധനം പോകുമായിരുന്നു. ഇവിടെ നമ്മൾ വരികയാണെങ്കിൽ തേഞ്ഞ് 2 ഡയമണ്ട് ഗോൾഡ് പിന്നെ നീയൊക്കെ എങ്ങനെ പോകും എന്ത് ചെയ്യും എങ്ങനെ പോകും. നമ്മൾ റെഡ് കീ എവിടെ ഇരിക്കുകയാണോ എന്തോ റെഡ് കീ ഇല്ലേ എടുത്ത് എസ്കേപ്പ് ആയാലും മതി. ബട്ട് ഫ്രണ്ട് എസ്കേപ്പ് ചെയ്യാം. ബട്ട് ഒരു കാര്യം റെഡ് കീ എവിടെയാണെന്ന് ഞാൻ മറന്നു. സ്ക്രൂ ഡ്രൈവർ പോയാലും കുഴപ്പമില്ല. ഈ സാധനം പോലും വെട്ടി റെഡിക്ക് ഉണ്ടെങ്കിൽ ഇപ്പം സുഖമായിട്ട് എസ്കേപ്പ്. തേങ്ങ ഇപ്പോൾ അവർ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കും. ഇതിവിടെ ഇട്ടേക്കാം. ഇതിവിടെ ഇട്ടു. പ്ലാസ്മ ഗണ്ണെടുത്ത് പിടിച്ചു. പിന്നെ ഇപ്പം ഞാൻ അടിക്കുന്നില്ല. കാരണം അടിപ്പിച്ചമാരാണ്. അമ്മച്ചിയൊക്കെ പറഞ്ഞു. ഇപ്പം നമ്മൾ ഇറങ്ങുന്നതിന് പോയിട്ട് മുന്നോട്ട് പോഷും ഓക്കെ അത് വേറെ കാര്യം. ബട്ട് ഇപ്പം നമുക്ക് റെഡിക്ക് കണ്ടുപിടിക്കണം. ഓക്കെ ഫ്രണ്ട് ഡോർ എസ്കേപ്പിങ് ഫ്രണ്ട് ഡോർ എസ്കേപ്പല്ല മുകളിൽ എസ്കേപ്പിങ് മുകളിൽ എസ്കേപ്പ്. അത് മുകളിൽ ഇപ്പോൾ സെറ്റ് ചെയ്തു. നമ്മൾ അടിച്ചിട്ടു. നമ്മൾ ഗ്ലൂക്കോസ് പൊടി ഇട്ടിരിക്കുമ്പോൾ സെറ്റാക്കാം. സുഹൃത്തുക്കളെ ഞാനുണ്ടല്ലോ ആ മുകളിൽ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തിട്ട് ഇതായിരുന്നു. ഓക്കെ സുഹൃത്തുക്കളെ അങ്ങനെ അവസാനം നമ്മുടെ 3 സാധനങ്ങൾ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബ്ലൂ കീ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ സാധനം സ്ക്രൂ ഡ്രൈവറൊക്കെ അയച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഈ മൊണാലിസയുടെ പെയിൻറ്റിങ്ങും ഇതും ഇവിടെ ഇട്ടേക്കാം. എന്നിട്ട് ലവന്മാർ വരുന്നത് വരെ നോക്കാം. ഇതിൻ്റെ അകത്താരെങ്കിലും ഉണ്ടാകും ആദ്യം, ഇല്ലെങ്കിൽ നമുക്ക് പണി. ഓക്കെ ഇനി അവർ വരുന്നു. നമ്മളവരെ പൂഷാൻ നമുക്കങ്ങ് പോകാൻ പറ്റും. അങ്ങനെ ഒന്നും ആരുമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യമില്ല അങ്ങനെ നമുക്ക് പോകാൻ പറ്റും. ആരെയും പൂശിവിടാതെ. സുഹൃത്തുക്കളെ അങ്ങനെ പോകാൻ പറ്റും നമുക്ക്. അവരെയൊക്കെ നമ്മളെ ഹൃദയത്തോട് സ്നേഹിച്ചിർത്തി നമുക്ക് അവരെ പൂശാതെ പോകാൻ പറ്റുമോ? ഗ്രാനി കത്തം വരാനുള്ളവരൊക്കെ പെട്ടെന്ന് വരീൻ. ക്യൂ നിൽക്കീൻ. വരി സമയമില്ല പിള്ളേരെ. എവിടെ പോയിരിക്കുന്നു? പെട്ടെന്ന് വരിയും പിള്ളേർ. തീർത്ഥാടനം വായിക്കുന്നു. നല്ലല്ലോ. ഇനി ഞാൻ താഴെ ഒന്ന് വിളിക്കണം നിങ്ങളെയൊക്കെ. താഴെ ഇറങ്ങാനുള്ള മടിയായിരുന്നു.
പിന്നെ നമുക്കിപ്പം റിസ്ക് എടുക്കാൻ വയ്യാത്തവനാണ് ഞാൻ താഴെ ഇറങ്ങാറ്. താഴെ ഇറങ്ങാണ്ടല്ലോ നടന്ന് കയറി വരണ്ടേ ഇങ്ങ് വരാം. അതായിരിക്കും ഓരോ കൊമ്പൊക്കെ മുളച്ചിരിക്കുന്നു എനിക്ക്. അതാണ് അടുത്ത ആളെ അയ്യവാ ഇതേ നമ്മളെ മോനാ. ആ മോനും സോനുമോനും പോയി. ഇല്ല കിളവനും കൂടെ വെച്ച് പരിപ്പോടയും ചായയും കൂടെ കൊടുത്തിരുന്നെങ്കിൽ അങ്ങേർക്ക് സന്തോഷമാണ്, നമുക്ക് സന്തോഷം. താഴോട്ട് പോവാം, ബട്ട് റിസ്ക്കുമാണ്. ജോയ് കളവാ. ഓക്കെ റിസ്ക്കൊക്കെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇനി ഒരാള ഇനി വാ. കിളവനാണെങ്കിലും കിളവണിയാണെങ്കിലും കിളവിളി ഏത് വിളിയാണെങ്കിലും ഏത് വളനാണെങ്കിലും വാടാ. എവിടെയാ മോനെ? അയ്യോ എന്തോ പരിപാടി. എല്ലാവരെയും പൂശിയിട്ടുണ്ട്. ഒന്നും മിണ്ടരുത് സുഹൃത്തുക്കളെ. നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും, ചെയ്യൂലെന്ന് പറഞ്ഞാൽ ചെയ്യൂല. അത്രേ ഉള്ളൂ. നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ വാക്ക് നമ്മൾ പാലിച്ചിട്ടുണ്ട്, എല്ലാവരും അറിഞ്ഞ് നോക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ജയ് ഭാരത് വെടിയും കൂടി 2 വച്ചേക്കാം. 2 നീട് കംപ്രസ്ഡ് ഗ്യാസ് പോട്ടെ. ഓക്കെ ഡ്രോപ്പ് ചെയ്യുന്നു. നമ്മൾ ഇതാകുന്നു. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ എസ്കേപ്പ് ആകാൻ പോവുകയാണ്. അപ്പോൾ എസ്കേപ്പ് ആകുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ലൈക്ക് ഷെയറൊക്കെ ചെയ്യുക. ഓക്കെ അങ്ങനെ എസ്കേപ്പ് ആകാൻ പോകുന്നു. നമ്മൾ ഡോറ് തുറന്നു. ഓക്കെ ഇനി മൊണാലിസയുടെ പെയിൻറ്റിങ് കൂടെ അടിക്കുകയാണെങ്കിൽ നമ്മൾ എസ്കേപ്പായി. യെസ് സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ അവസാനം ദ ട്വിൻസ് എന്ന ഗെയിമിൽ ഗ്രാൻഡ് ഉള്ളപ്പോഴും നമ്മളങ്ങ് എസ്കേപ്പായിരിക്കുകയാണ്. ഇതുകൊണ്ട് നമ്മൾ ഏളിൽ നിന്ന് ഇറങ്ങി അവിടെ ഇരിക്കുന്നു. Congratulations on a successful mission. The 3 valuable objects have been returned to the museum. You are now free to go. Good luck with your life. നമ്മൾ ആ തിരിച്ച് മ്യൂസിയത്തിൽ കൊടുത്തപ്പോൾ പോലീസ് നമ്മളെ വിട്ടു. പിന്നെ നിങ്ങൾ ജീവിതമായിട്ട് നന്നായിട്ട് ജീവിക്കൂ. അപ്പോൾ നമ്മളിന്ന് മെകളിൽ എന്തോ ഒരു റൂഫ് എസ്കേപ്പാണ് ചെയ്തത്. ഇനി നമുക്ക് സ്യൂർ എസ്കേപ്പ് ഉണ്ട്, ഫ്രണ്ട് ഡോർ എസ്കേപ്പ് ഉണ്ട്. രണ്ടും നമ്മൾ സെറ്റ് ആക്കുന്നതായിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോയി. സോ നെക്സ്റ്റ് നല്ലപോലെ കൂടിപ്പോയി. സോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കല്ലേ. നമ്മളെ 100 സ്പെഷ്യൽ എസ്കേപ്പാണിത്. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.